ഡെസേർട്ട് സഫാരിയെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ഏകദേശം കൗതുകം ഉണ്ടാവും അല്ലേ? കൗതുകം പോലെ തന്നെ വളരെ അപകടം പിടിച്ചൊരു സംഭവം കൂടിയാണ് ഡെസേർട്ട് സഫാരി. ലാസ്റ്റ് വീക്കിൽ ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു പേഷ്യൻസിനെ കുറിച്ചിട്ട് ഒരു സൗദിക്കാരൻ, ഒരു റിയാദിലെ ഒരു 21 വയസ്സുകാരൻ ഇതേപോലെ ഡെസേർട്ട് സഫാരിയിലൂടെ അദ്ദേഹം കുറച്ച് അഡ്വഞ്ചറായി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നട്ടലിന് ക്ഷതം സംഭവിച്ചു. എണീറ്റ് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒരു വീൽ ചെയറിലോട്ട് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. ഏകദേശം ഒരു 1-2 വർഷം അദ്ദേഹം സൗദി അറേബ്യയിൽ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചിവിടെ കേരളത്തിലോട്ട് വരികയുണ്ടായി. വളരെ വിഷമം തോന്നി. ഒരു യങ് ആൻഡ് യൂത്ത് 21 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തെ വിശദമായിട്ട് പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സപ്പോർട്ടെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ചികിത്സിക്കാനൊരു ആവേശം. അങ്ങനെ ഞാൻ അവരെ ചികിത്സിച്ചു. 2 ആഴ്ചത്തെ എൻ്റെ ഒരു ആയുർവേദ ചികിത്സയിലൂടെ തന്നെ നല്ല മാറ്റം വന്നു തുടങ്ങി. അവർക്ക് കൈയും കാലും ഒക്കെ അനക്കാൻ തുടങ്ങി. അവരെ നട്ടെല്ലിനും പിന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങി, സ്വന്തമായി ഇരിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഒരു ഫിസിയോതെറാപ്പി ചികിത്സ കൂടി കൊടുത്തപ്പോൾ അവരൊന്നും കൂടി ആക്റ്റീവായി. പിന്നെ എൻ്റെ ഒരു സെക്കൻഡ് പ്ലാനിലൂടെ ഈ മലമൂത്രം വിസർജനത്തിലൊക്കെ ഒരു ഇൻകോണ്ടിനൻസ്, എന്താ പറയുക, ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ ആയുർവേദത്തിലൂടെ വളരെ ഉത്തരവസ്ഥി എന്നൊക്കെ പറഞ്ഞ ചികിത്സയോടെയൊക്കെ അവർക്ക് ഒരു യൂറിനൊരു കൺട്രോൾ കിട്ടി, മലത്തിലൊക്കെ ഒരു കൺട്രോളും കാര്യങ്ങളെല്ലാം കിട്ടി. വളരെ സക്സസ് ആയിട്ട്, വളരെ വിജയകരമായിട്ട് അവരെ ചികിത്സ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. അവർ ഒരുപാട് ആരോഗ്യം വീണ്ടെടുത്തു. വളരെ സന്തോഷവാനായിട്ടാണ് അവരും കുടുംബം തിരിച്ച് സൗദിയിലോട്ട് പോയത്. വളരെ എന്നും അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നി. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, അതിൽ തന്നെ മലയാളികൾ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. വളരെയധികം അതിൻ്റെ ഭവിഷ്യത്ത് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക.